മലയാളത്തിൽ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ സിനിമയാണ് എമ്പുരാൻ. 250 കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ മലയാള സിനിമയും ഇതുതന്നെയാണ്. മാർച്ച് 27 തിയേറ്ററുകളിലെത്തിയ ചിത്രം ഓപ്പണിംഗ് കളക്ഷൻ മുതൽ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ പലതും തകർത്തിരുന്നു. വിഷു റിലീസുകൾക്കിടയിലും എമ്പുരാന് ഷോകളും പ്രേക്ഷകരുമുണ്ട്. ഇപ്പോഴത്തെ തിയേറ്ററിലെത്തി 2 ആഴ്ചകൾക്കിപ്പുറം ഇതുവരെ എത്താതിരുന്ന ഒരു വിദേശ മാർക്കറ്റിലേക്ക് കൂടി എത്തുകയാണ് എമ്പുരാൻ. മലേഷ്യയിലാണ് അത്. മലയാളത്തിലും തമിഴിലുമായി ചിത്രം മലേഷ്യയിൽ ഇന്ന് പ്രദർശനം ആരംഭിക്കും. തമിഴ് ചിത്രങ്ങൾക്ക് വലിയ പ്രേക്ഷക വൃന്ദമുള്ള രാജ്യത്ത് തമിഴ് പതിപ്പാണ് കൂടുതൽ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. തമിഴ് പതിപ്പ് 40 സ്ക്രീനുകളിലാണെങ്കിൽ മലയാളം പതിപ്പ് 15 സ്ക്രീനുകളിലാണുള്ളത്. മലേഷ്യയിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന റെക്കോർഡ് റിലീസാണ് ഇത്. മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമാണ് എമ്പുരാൻ. ചിത്രം ഇതുവരെ ആഗോളതലത്തിൽ 250 കോടിയിലധികം നേടിക്കഴിഞ്ഞു. വിഷു റിലീസുകൾ എത്തിയപ്പോഴും ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ 15ാം ദിന കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ്. പ്രമുഖ ട്രാക്കേഴ്സായ സാക്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ 10 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 70 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷൻ. സിനിമയുടെ മലയാളം പതിപ്പിന് 17.52% ഒക്യുപ്പൻസിയാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ 15 ദിവസങ്ങൾ കൊണ്ട് 103.05 കോടി നെറ്റ് കളക്ഷനാണ് നേടിയത്. അതേസമയം ഒരു മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കിവെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഈ വിവാദങ്ങൾക്കിടെ മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ചിത്രം തീർച്ചയായും ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നത്. സിനിമയുടെ പേര് അസ്രായേൽ ആയിരിക്കുമെന്നും സൂചനകൾ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.